ആ ഇറച്ചി മേടിക്കാം. പാലടിയാ? ഞാൻ നമ്മളെ ഫ്ലൈറ്റിന് വിളിച്ചു കൊടുക്കാം. ആ ഇപ്പൊ എന്ത് പരിപാടി അതാ? കപ്പയും പാലടി ഉണ്ടാവുക? കപ്പ പുഴുക്കുണ്ടോ? കപ്പ പുഴുക്കുണ്ടാവുക? എവിടെ? പള്ളിപ്പുഴ വേണുണ്ട്. റിയൻ ഇവിടെ പള്ളിപ്പോട്ടവനെ റിയൻ ഇവിടെ പള്ളിപ്പോട്ടവനെ അവിടെ പോയി റിയ. ആ കൊച്ചു ചെയ്യുന്നിട്ടില്ല എന്തായാലും തല ഉറക്കുക. നല്ല ഉറക്കും. സുന്ദരം ഉറങ്ങണേ. ബാലടി ഉണ്ടോ? ആണോ? ഏത് കടയിലാ? നമ്മളോട് കടയിലാ? പള്ളിയോടത്തെ കടയിലുണ്ടോ? ആ അത് പറഞ്ഞേക്കട്ടെ. അതേ വേണ്ടി. ശരി. ജെറിഷ് താള ആ ജെറിഷ് എടുക്ക. കപ്പ അടിച്ചിട്ട കപ്പ അടിച്ചിട്ട ആ കപ്പ കപ്പല്ലേ? പറ പറ. പള്ളിയിലത്തെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഇറച്ചിയും കപ്പയൊക്കെ ഇപ്പൊ തരും. കപ്പ ഉണ്ടാവോ? കപ്പ ഉണ്ടായില്ല. കപ്പ അതല്ല എന്തുകൊണ്ടാവും? രണ്ട് കേടോ ഉണ്ടായല്ലേ? കുറച്ചെല്ലാം കിട്ടിട്ട് കാര്യമില്ല. ആള് കൂടുതലാണ്. പോരാ തന്നെ ആള് കൂടുതല. ആളൊന്നും കൂടുതല. ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാക്കിയല്ല. കപ്പ എടുക്കാറില്ലേ? കപ്പ ഉണ്ടാക്കിയ കപ്പ കപ്പ വണ്ടികൾ പറഞ്ഞിട്ട് ഇവിടെ കപ്പ ഇല്ല. അവിടെ കപ്പയുണ്ട്. 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 കപ്പ ഇല്ല. ഇല്ല. കപ്പയുണ്ടാ? കപ്പ കപ്പക്കായ അലയുന്നു. ഇപ്പഴേ എടുത്തിട്ടുണ്ട്. കപ്പ ഇറച്ചിയുണ്ട്. കപ്പയില്ല. ചേട്ടാ കപ്പയുണ്ടാ? കട കൂട്ടിട്ട് ഉണ്ടാവും. അത് ഡിഷനടെ ഉണ്ടാവും. നോക്കാം. അത് ഉറപ്പായിട്ടുണ്ടാവും അവിടെ. ഓക്കെ. കപ്പ ഉണ്ടോ ചേച്ചി? കപ്പ ഉണ്ടോ? കപ്പ തീർന്ന ഇങ്ങോട്ട് ചേട്ടാ. ആ മഴ ദിവസമാണ്. ചേട്ടാ കപ്പ ഉണ്ടാ? ഉണ്ടാ? തീർന്നാ? ഞാൻ ഒരു കാര്യം ചോട്ടെ, നമ്മൾ കുറച്ച് കപ്പ് മേടിക്കാണ്ട് പോകുന്നില്ലേ? അതുപോലെ മേടിച്ചാല് എന്നിട്ട് ഇപ്പുറത്തുള്ള കുറച്ചും കൂടെ ഒന്ന് മേടിക്കാം.
കപ്പ അന്വേഷിച്ചിട്ട് രക്ഷയില്ല, നല്ല മഴയും പെയ്തിട്ടുണ്ട്. ജനലുള്ള ക്യാമറമാൻ ഞങ്ങളവിടെ ബസ് സ്റ്റോപ്പിൽ കയറുന്നു. മഴ വന്നപ്പോ കയറി മഴ കുറഞ്ഞപ്പോൾ കപ്പ കിട്ടുന്ന സ്ഥലം ജോളിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സംഗതി ഇവിടെ 7 മണി വരെ നീണ്ട ആള് നേരെ ഇനി മഴ കൊണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിട്ടേ. എറണാകുളം ജില്ലയിൽ കപ്പയില്ല, ആലപ്പുഴ ജില്ല ഓടിക്കാം. അതൊന്നും ഇവിടുത്തെ അപ്പാപ്പൻ്റെ അവിടെ ഒന്ന് നോക്കാം. ഇവിടെ വെള്ളരിക്ക മീറ്റിംഗ് ഇരിപ്പുണ്ട്. നാടൻ വെള്ളരിക്ക മീറ്റിംഗ്. മോനെ കപ്പ എത്ര കിലോ? എത്ര കിലോയ്ക്ക് എത്ര? കപ്പ കെട്ടി അപ്പം അങ്ങനെ കപ്പയും മേടിച്ച് നമ്മൾ തിരിച്ചു ചെല്ലാൻ തോന്നുന്നു. ഇറച്ചിക്കടയിൽ അപ്പോൾ ഇറച്ചി സംഭവം റെഡിയാക്കി വെച്ചൊക്കെയാണ് ഫ്രഷായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിനോടെ വിളിച്ച് പറഞ്ഞത്. അവൻ്റെ കടയിൽ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അവനത് എടുത്തില്ല, മടി കാരണം എടുത്തില്ല. അവൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഫ്രഷ് ചേട്ടനെ കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ട് അവൻ ഫ്രഷ് ചേട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനം റെഡിയായിരുന്നു. സാധനം മേടിച്ച് പൈസയും കൊടുത്ത് ഇങ്ങോട്ട് പോകും. അപ്പോൾ അനീഷും ഇതാങ്ങോട്ടും ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ പോകുന്നത് ഞങ്ങൾ. അപ്പോൾ നമ്മൾ എസ് കെ വന്നിട്ടുണ്ട്, കിടക്ക് എസ് കെ വന്നിട്ടുണ്ട്. മോളെ നിൽക്കാൻ മോളെ നമ്മുടെ ടാസ്ക് തെറ്റായിട്ടുണ്ട്. ഇത് കറി വെച്ച് നിന്നോ. എന്തിനാണത്? ഒന്നെടുത്ത് വിട്ടിട്ടാണോ വൈകുന്നേരം? ഒരു വീഡിയോ എടുക്കാൻ പെട്ടെന്ന് പോയിട്ട് ഏഞ്ചൽ ടീമിന്റെ പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അടുത്ത ഇന്നത്തെ അടുത്ത പള്ളി കപ്പ കത്തിതാ വളരെ ക്യാരക്ടർ വീടുന്നു. അമ്മോ സാധനം കണ്ടോടാ. കിട്ടി. അതെ, എവിടെ സാധനം? ഇതെന്താ ഇവിടെ വെച്ച കപ്പേന്തിയപ്പോ? എനിക്കതിനെ കുറിച്ച് കഴിച്ചിട്ട് പോ. എന്നാ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് മീറ്റിംഗ് പോയപ്പോരെ? എന്നാ പോയിട്ട് വാ. പോയിട്ട് പോണെണ്ടെങ്കിൽ പോ. സീരിയലിനെ പോലെ
അല്ല പോയി പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ അവിടെ മാറിയിട്ട് ഇവിടെ നിൽക്കും. എന്തെങ്കിലും ചെയ്യും. കൊച്ചിനെ കൊച്ചിനെ കാണാൻ പറ്റില്ല, കൊച്ചിനെ പിടിച്ച് നിൽക്കണം. നല്ല എനിക്ക് വേണ്ടി എടുക്കുന്നില്ല. കൊച്ചിനെ കൊടുത്തിട്ട് വാട്ടാ തേങ്ങ പൊതിച്ചതാ. എനിക്ക് കഴിക്കുമ്പോഴല്ലോ തേങ്ങ പൊതിക്കാൻ. എനിക്ക് തിന്നാൻ മാത്രമേ നമ്മള് ഗൈസ് ഉണ്ടാക്കാൻ അറിയാമല്ലോ ഗൈസ്. പായിട്ടേച്ചും കൊച്ചിനോടെ കിടത്ത കൊച്ചു പായിട്ടിട്ടേ ബെഡ് വിടാ അവന്റെ ഇവിടെ കിടത്ത്. ഇവനങ്ങനെ ശല്യക്കാരൊന്നുമല്ല. ഇവൻ നൈസായിട്ട് ഒന്ന് രണ്ട് നടപ്പ് നടന്ന ഇവൻ ഓക്കെ ആളിറങ്ങി ഇവിടെ കിടത്താൻ നോക്കുന്നു. പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയല്ലേ? ഈസാക്കിട്ടല്ലേ അവൻ? കഴുകിട്ട് കൊടുത്തു. എനിക്ക് പിന്നെ ഈ കട്ടി ഹാർഡായിട്ടുള്ള കപ്പയില്ലേ മഴ പെയ്തല്ലേ എത്ര കടയിൽ പോട്ടെ കപ്പ കിട്ടിയെന്നറിയോ? കണ്ടത്തിലൊക്കെ വെള്ളം കയറി കണ്ടത്തിലൊക്കെ കപ്പ കണ്ടത്തിൽ വെള്ളം കയറിയ പറിക്കുമല്ലോ. വന്നേ ഒരു കഷ്ണം കപ്പ വേണ പച്ചക്കപ്പ പച്ചക്കപ്പ വേണ പച്ചക്കപ്പ വേണമായിരുന്ന ഒരു കഷ്ണം ഇങ്ങനെ തിന്നെ നല്ല പച്ചക്കപ്പ വേണോ എങ്ങനെ അങ്ങനെ തിന്നാൻ പച്ചക്കപ്പ വേണോ? വേഗം വലുതാത് പല്ലക്ക് വരുമ്പോ നമുക്ക് തിന്നാട്ടോ പച്ചക്കപ്പ. അങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് സ്നേഹം വന്ന് പണി തുടങ്ങി. കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലല്ലോ അത്. ഇഷ്ടപ്പെട്ടില്ല ധാരാളം ഭൂതം ഭൂതം. ഉണ്ടല്ലേ ഡാഡാ വിളിച്ചേ. വിളിച്ചേ ഡാഡാ. ഞാൻ ലാസ്റ്റാണ്. എത്ര പ്രാവശ്യം കഴിയും? ഞാനൊരു 7 പ്രാവശ്യം കഴിയും. 7 പ്രാവശ്യം? അല്ലെങ്കിൽ ചോരയുടെ ഇതായിരിക്കൂല അറപ്പാണ് ചോരിങ്ങനെ കഴിക്കുന്നത്. ഇനിയിപ്പോ കുക്കറിലേക്ക് വരിയിട്ടാൽ മതിയല്ല. അങ്ങനെ ഇറച്ചിയും കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നേരെ അടപ്പത്തോട്ട് വെക്കാം. വെള്ളം ഒഴിക്കണ്ടേ അമ്മച്ചി? ഇത് ഇറച്ചി കഴുകി വന്നാലേ പിന്നെ ഇത് നെയ്യല്ലേ, അപ്പോഴേക്ക് ഇതിനിപ്പം തിളയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ആയിക്കോളും. സെറ്റായില്ല എല്ലാ മസാല എല്ലാം വെട്ടിയല്ലേ? മസാല എല്ലാം കുറച്ച് ഇട്ടു കേട്ടോ, ഫുള്ളായിട്ട് ഇട്ടില്ല. ഞാനേ ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആരോടും പറയല. അതെ ഇനി ഞാനിത് വറുത്ത് തേങ്ങ വറുക്കല്ലേ ആ കൂടെ ബാക്കി മസാല ചേർക്കോളൂ കുറേശ്ശെ ഇല്ലായിട്ട്. കപ്പ അടുപ്പത്തായില്ലേ? ഇനിയിപ്പോ കപ്പ ക്ലീൻ ആക്കി കലത്തിലാക്കി അതെടുത്ത് വെക്കണം. ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ ബീഫ് സെറ്റായില്ലേ? അടുപ്പയിലായി. ഇനി എന്താ സമയം എടുക്കും? വിശന്നിട്ടുമല്ല എന്തായാലും 1 മണിക്കൂർ സമയം പിടിക്കും. കാരണം എന്താന്ന് വെച്ചാ ഇനി തേങ്ങ പൊതിച്ച് അത് വറുത്തരക്കണം. തേങ്ങ ഞാൻ പൊതിക്കണല്ലേ? തേങ്ങ നീ പൊതിച്ച് തരണം. എനിക്ക് എത്രയും പേരം പിടിച്ച് പൊതിക്കാൻ പറ്റിയല്ല. ശരി ശരി. അതുകൊണ്ട് തേങ്ങ പൊതിക്കണം.
ഇന്നത്തെ ഞാൻ എന്തെങ്കിലും പണികളൊക്കെ വേണം. തേങ്ങ പൊതിക്കാൻ എൻ്റെ വീഡിയോ എടുത്തു തരുമോ? പിന്നെ അല്ലാതെ ശരി. തേങ്ങ ഞാൻ പൊതിക്കാം. എനിക്ക് അറിയാവുന്ന പരിപാടി ഇതാ. തേങ്ങ പൊതിച്ചിട്ടേ തേങ്ങ പൊട്ടിക്കാം. അങ്ങനെ നീക്കുന്നെന്ന് പൊട്ടിക്കാം. അവിടെ തേങ്ങാവളം വീഴരുത്. പുറത്തോട്ട് പൊട്ടി. എന്നാ പിന്നെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചാ പോരെ. ഞാൻ തേങ്ങ പൊതിച്ചു കൊടുത്തു. ചിരണ്ടലൊക്കെ അവരൊക്കെ തന്നെ. എന്താ പരിപാടി? ഏതോ ആ പറഞ്ഞ പീറ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം നേർച്ച കിട്ടിയാണല്ലേ? അൽഫോൺസ് നമ്മുടെ വരുന്നാണല്ലോ. അമ്മച്ചി ബിസിലി വന്നിട്ടാ എത്ര മതി? 10 പേരുണ്ടോ? ഓക്കെ. നമ്മുടെ കപ്പ ഇറച്ചിയൊക്കെ അടപ്പത്തിരുന്ന് വെന്തോണ്ടിരിക്കണം. അപ്പം ഇവരെ 3 കൂടി ഞാൻ റീൽസ് എഡിറ്റ് ചെയ്തായിരുന്നു. അറിയാമോളുടെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ റീൽസ് എടുത്തായിരുന്നു. അത് കണ്ടോണ്ടിരിക്കണേ ടീമുകൾ കൊച്ചും കാണുന്നുണ്ട്. എന്തറിഞ്ഞിട്ടാണോ അവരിത് കാണുന്നുണ്ട്. അതെ കുറച്ച് മസാല ഉള്ളൂ കേട്ടോ. അത് ഞാൻ ഇറച്ചിയിൽ മസാല ഇട്ടാ വേവിച്ചേ. ഇനിയിപ്പോ കപ്പയ്ക്കുള്ളത് മാത്രം മതിയല്ലോ. തേങ്ങ വറുത്തല്ലേ? കപ്പ റെഡിയായി. കപ്പ വെന്തു. എന്താ പരിപാടി? ഊറ്റിയാണ് വെക്കുന്ന നേരം കൊണ്ട് തേങ്ങ തണുപ്പല്ല. തണുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കണം. ഈ കപ്പ മറ്റേ വേഗണ വെള്ളം എന്തോ പ്രശ്നമല്ലേ? ഇതില് പേര് മറന്നു. എന്തൊരു വിഷാംശം ഉണ്ട് കപ്പയില്. അതുകൊണ്ടല്ല നമ്മൾ കൂടുതൽ വെള്ളത്തിൽ കപ്പ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ എടുക്കണം. ഈ കുക്കറിലൊക്കെ ആൾക്കാർ കപ്പ വേവിക്കൂലേ? അങ്ങനെ വേവിക്കാൻ പാടില്ല കപ്പ. കപ്പ എപ്പോഴും വേണം. ഇത് റെഡിയായില്ലേ? ഞാൻ അടുത്ത കഴിഞ്ഞപ്പോ എന്താ ഇത് മിക്സ് ചെയ്ത് ഇതാക്കല്ലേ? ഇത് അരക്കണം. മിക്സിയിലിട്ടൊന്ന് കറക്കിട്ടേ പെട്ടെന്ന് അറിയുമല്ലോ വറുത്തരപ്പല്ലേ. ഇത് ഈ കുക്കറിലേക്ക് ചേർക്കണം. കുക്കറിലല്ല, ഞാൻ വേറെ ചട്ടി എടുത്ത് ചേർക്കും. ഞാൻ ഇതിനകത്ത് നെയ്യ് ഒന്ന് എടുത്ത് മാറ്റുക. നെയ്യാ? ഭയങ്കര നെയ്യായി പോകും. നമുക്ക് ഉപയോഗിക്കാമല്ലോ നെയ്യല്ലേ? നേരത്തെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാത്രത്തില്. ബാക്കിയും കൂടി എടുത്ത് മാറ്റി. മീൻ വറുക്കാനല്ലേ? മീൻ വറുക്കാനല്ലടാ, എന്താ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ മേടിച്ച് വെറുതെ നമ്മൾ താളിക്കല്ലേ, അപ്പോഴൊക്കെ നെയ്യിട്ട് താളിക്കാം. വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ചിലർ ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കാറ്. കാരണം ഇതിനകത്ത് നെയ്യ് അധികമായത് കാരണം വാലടിയല്ലേ, ഭയങ്കര നെയ്യല്ലേ. ഇത്രയും നെയ്യ് നമുക്ക് ശരീരത്തിൽ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതെടുത്ത് മാറ്റുക. ഇനിയും നോക്കി കിട്ടും. കപ്പയല്ല, ഇറച്ചി തന്നെ ഇടും. കപ്പയിൽ കൂടെ ഇറച്ചി തന്നെ ഇടും. ഒരു പീസ് എനിക്ക് 2 പീസ് മാറ്റി കഴിക്കണം. അപ്പൊ ഇത് കോരി എടുത്തു കഴിഞ്ഞാൽ നെയ്യ് വീണ്ടും എടുക്കാമല്ലോ നമുക്ക്. നമ്മൾ കോരി ഇതിനകത്ത് ഇട്ട ആ നെയ്യ് ഊറി വരുന്ന നെയ്യ് വീണ്ടും എടുത്ത് മാറ്റാം. നമുക്ക് അധികം നെയ്യ് വേണ്ടല്ലോ. ആരും ചോദിക്കുന്നത് അത് അറിയാലട്ടാ, എനിക്ക് മാത്രമുള്ള അറിയാതെ ആയിട്ടില്ല. എനിക്ക് നൈസായിട്ട് സിനിമ കാണുമ്പോഴത്തേക്കും കഴിക്കാം. തുടരുത് കൊച്ചിനോട് കഴിഞ്ഞു. അമ്മച്ചോടെ പണിയില്ല. ഇതിനകത്തേക്ക് കപ്പ ഇടാവേ. ഇത് വെറുതെ ഇട്ടാ പായാ? പിന്നെ ഇളക്കി കൂട്ടിയാൽ മതി.
കിഴക്കൻ പ്രദേശത്തെ തൊടുപുഴയിലൊക്കെ മെയിൻ സാധനമല്ലേ ഇത്. തൊടുപുഴക്കാര് കോട്ടയംകാരുടെ മെയിൻ സാധനമല്ലേ. അപ്പൊ അതൊക്കെ തിന്നണം. കിട്ടിയാളെ കീച്ചരുത്. സോജ വന്നപ്പോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു. അന്നേരം സോജ ആദ്യമായിട്ട് സോജ കഴിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കപ്പ ബിരിയാണി നമ്മൾ മേടിക്കുമെങ്കിലും ആൾക്കാർക്ക് വെക്കുമെങ്കിൽ ഇങ്ങനെയാവും. കപ്പ ഇച്ചിരി നല്ലതായിരുന്നു. കപ്പയില്ലേ ഇച്ചിരി വേവണ കപ്പയായിരുന്നില്ല. ഇനി ഇത്രേ സംഭവമുള്ളൂ. പിന്നെ സംഗതി ഇനി തണുക്കുമ്പോ കഴിച്ചാൽ മതി. അതിനുമ്പ് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. വെള്ളം തണുക്കാന്നാവോ. ഞാൻ ഫാനം നിൽക്കറിയേ ചൂട് വെള്ളം ചൂടായിട്ട് ഇനി ഇതൊക്കെ കഴുകിയിട്ട് ഞാൻ കുളിക്കാൻ പോവാ. ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലേ നമ്മ വീട്ടിൽ കഴിക്കാനല്ലേ അല്ലേ? പ്രേക്ഷകർ കാണോട്ടെ അറിയത്. കഴിഞ്ഞ ഉണ്ണി കഴിഞ്ഞ ഉണ്ണി വെള്ളം ഇറക്കിയ എപ്പോഴാ ഇറക്കണ? ഓക്കെ ചെപ്പി വിളി വിളിച്ചാ വേണ്ടതാ ഉറക്കണോ? അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. നീ കഴിക്കലാട്ടാ ഇത്. കൊണ്ടോ നീ ലേഖ കമോൺ. ചെപ്പിക്ക് വേണ്ടതാ അവിടെ അവിടെ നേരം വെളുത്തിട്ടില്ലേ ചെപ്പിക്ക്? ഞാൻ ഈശോന്നുണ്ടാണ് വേണ്ടെന്ന് പറയും. അത് ചോദിക്കല്ലേ? കുഴപ്പമില്ല വേണ്ട ചൂടാ. അടുത്ത വർഷം ഈ സമയത്ത് ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കും. അടുത്ത വർഷം കൊടുക്കും. അടുത്ത വർഷം നമുക്ക് വീഡിയോ ക്ലാസ് ചെയ്യട്ടെ? അപ്പൊ പറ സംഭവം ടേസ്റ്റാ. അമ്മച്ചി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ കപ്പപ്പുഴുക്ക് കപ്പയിറച്ചിയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യണം, അഭിപ്രായം കമന്റ് ചെയ്യണം, പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ. ഓക്കെ. സുഹൃത്തേ പൊളിക്കണം.